ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു പൗഡറും കൂറിയും വല്ലതും ഇട്ടേനെ. സോ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ടുഡേ ഈസ് മേക്കപ്പ് ബ്ലോഗ്. ഞാൻ ഇങ്ങനെയാണ് സിമ്പിളായി മേക്കപ്പ് ചെയ്യുന്നത്. ഈ ഒരു വ്ളോഗ് ഞാൻ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെയ്തിരുന്നു. അവിടുത്തെ ഒരു കൺമഷിയും ഒരു ഐബ്രോയും പിന്നെ അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് മൊത്തം എന്താ പറയുക, മേക്കപ്പ് സെറ്റും മറ്റേ ഐലൈനറും ഐ ഷാഡോവും ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും എല്ലാം അവിടെ സെറ്റാണ്. അപ്പം ഞാനാണ് ഇന്ന് ഒറ്റക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അയ്യോ, എനിക്കൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് ജസ്റ്റ് ഒരു ഫണ്ണിയാണ് കേട്ടോ, ഫണ്ണിനാണ്. ആരും ട്രൈ ചെയ്യരുത് വീട്ടിൽ നിന്ന്, പ്ലീസ് അപേക്ഷിക്കരുത്. ട്രൈ ചെയ്താൽ ഞാൻ ഇതാക്കാം. പിന്നെ ഇത് ഒരു മേക്കപ്പിൽ ഒരിക്കലേ ചെയ്യാൻ പറ്റൂ, പല പല മിസ്റ്റേക്സും ഉണ്ടാവുന്ന വരെ. പിന്നെ നമുക്കൊരു കമൻ്റ് ഒന്നും ഒരിക്കലും ടേണാണില്ല. കഴിഞ്ഞ കാർഡ് മേക്കിങ്ങിൽ തന്നെ ഒരേ ഒരു കമൻറ്റ് കിട്ടിയിരുന്നു. അപ്പം തന്നെ നമ്മൾ അതിൻ്റെ റിപ്ലൈയും കൊടുത്തോട്ടെ പോയി. അപ്പം ഞാനൊരു കാര്യം പറയാമല്ലോ, നിങ്ങൾ കുറേ പ്രാവശ്യം ഇങ്ങനെ കമൻ്റൊക്കെ ടേണാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. അതെന്തുകൊണ്ട് ഓണാവുന്നില്ല? അത് കാരണം എന്താണെന്ന് വെച്ചാൽ 13 വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് കമൻറ്റ് ടേണാവും. അപ്പം നമുക്ക് വീടിലോട്ട് കിടക്കേണ്ട എത്ര സമയം. അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടോ, ഒന്ന് വെച്ചു. അപ്പം ഞാൻ ഈ മേലത്തെ ഫ്ലോറിൽ തന്നെ എന്തിനാണ് വീഡിയോ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഈ മേലത്തെ റൂമിൻ്റെ അത്ര കംഫർട്ടബിൾ വേറെ ഇല്ല. ഈ മേലത്തെ റൂമിൽ ഇവിടെ തന്നെ ഒരു മിറർ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു തട്ടും ഉണ്ട്. ഇവിടെ നിന്നാണ് ലൈറ്റ് അടിക്കുന്നത്. ഇവിടെ തട്ടിൻ്റെ മുകളിൽ ഈ ഒരു ക്രീമിൻ്റെ ബോക്സ്, ഒരു വാച്ചിൻ്റെ ബോക്സും വെച്ചിട്ട് ഇങ്ങനെ അടുക്കി വെക്കുന്നതാണ് നമ്മൾ. ആക്ച്വലി ഇവിടെയുള്ള എല്ലാ സൗകര്യം സെറ്റാണ്. ഇങ്ങനത്തെ ഒന്നും ഇല്ല. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് പിരിച്ചപ്പെടാം. സോറി, അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തരാം. ഒന്നാമത്തത് നിവ്യയുടെ സോഫ്റ്റ് ക്രീം. നിവ്യയുടെ ഒന്നും വേണമെന്നില്ല, ഇതിലാണ് കേട്ടോ ഞാൻ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. അയ്യോ, അതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, എന്നാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഒന്ന്, ഞാൻ എടുത്തിട്ടുള്ളത് നിവ്യയുടെ സോഫ്റ്റ് ക്രീമാണ്. നിവ്യാണ് വേണമെന്നില്ല, ഏതൊരു ക്രീം നിങ്ങൾക്ക്. മേക്കപ്പ് ബോക്സ്, ഇതാണ് നമ്മുടെ മേക്കപ്പ് ബോക്സ്. പക്ഷെ എന്തൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടോ, കാരണം അതൊന്നും നിങ്ങൾ പേടി. ഇപ്പം കട്ട് എന്തിനാന്ന് വെച്ചാലില്ലേ, പൗഡറും കുറി എടുക്കാൻ പറഞ്ഞു ഈ സാധനം. അപ്പം ചേച്ചി പൗഡർ എടുത്തിട്ടാ അവളെ അപ്പോഴേക്ക് കട്ട് എടുത്തു. പിന്നെ പൊട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അത് എടുത്തു കംപ്ലീറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് നിവ്യയുടെ സോഫ്റ്റ് ക്രീമും ഇതിൻ്റെ മേക്കപ്പ് ബോക്സാണ്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് പൗഡർ എല്ലാവരും വെച്ചിട്ടുണ്ട്. പോൺസിൻ്റെ മാജിക്കിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അന്ന് പിന്നെ ഡാസ്ലറിൻ്റെ ഐലൈനർ, കൺമഷി, പിന്നെ പൊട്ടുണ്ട്, കൺമഷി ആദ്യം എന്നത് പിടിക്കേ, ലിപ് ലൈനർ, മസ്കാര വേണ്ട, ഞാനിടില്ല. മസ്കാര വേണ്ട, ഓക്കെ, നമുക്ക് മസ്കാര പിടിക്കില്ല. ഇതൊക്കെ തിരിച്ചിങ്ങോട്ട് വെക്കാം. പിന്നെ ഐലൈനർ ഉണ്ടല്ലോ, ഐലൈനർ എനിക്ക് എഴുതാൻ പറ്റാട്ടോ, ആ ചേച്ചിയോട് എഴുതി തരാം. വെറുതെ റിസ്കിന് വേണ്ടിയിട്ട് എൻ്റെ കണ്ണ് മോശമുണ്ട്. പിന്നെ ഒരു കാര്യം കട്ടാക്കണം, സോറി പോലും അതായത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ തുറന്നു കാണിച്ചു തരാം. ഇത് ഐ ഷാഡോ. നിങ്ങൾ ലിപ്സ്റ്റിക്ക് കണ്ടിട്ടാലേ ഇതാ ഇതിൻ്റെ ബ്രഷൊക്കെ ഉണ്ടേ. ഇതൊക്കെ ലിപ്സാണ്. പിന്നെ ഇത് കോമ്പാക്ട്സ്. അപ്പം നമുക്ക് തുടങ്ങാം.
ആദ്യം ഞാൻ നിവ്യയുടെ സോഫ്റ്റ് ക്രീം എടുക്കുന്നുണ്ട്. ഇന്നലെ പൊട്ടിച്ച പാക്കറ്റ്. ഞാൻ ഇടുന്ന രീതിയാണോ നിങ്ങളുടെ രീതിയല്ല? ഞാൻ എവിടെ നോക്കിയിട്ടാണ് ഇംഗ്ലീഷിലിടേണ്ടത്? ഇത്ര മതി. പിന്നെ അപ്ലൈ ചെയ്യാം. അയ്യോ, ഇതെന്തത്? ഓവർ ക്രീമല്ലേ? കുറച്ച് ഓവറായിപ്പോയി ക്രീം. പിന്നെ അടുത്ത നമ്മൾ ഇടേണ്ടത് പൗഡർ. ഇട്ടിട്ട് വെയിറ്റിന് ഒരു സ്ഥലത്ത് തന്നെ കുറേ എണ്ണം ഉണ്ട്. അപ്പം അറിയില്ല. ആ സാധനം ഞാൻ തുടക്കാം. ഉള്ള സാധനം വെച്ചിട്ടാണ് ഇത് തുടക്കുന്നത്. മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? ഞാൻ കളഞ്ഞിട്ട് വരാട്ടോ. പൗഡർ ശരിയാക്കി തന്ന ചേച്ചിക്ക് വളരെയധികം താങ്ക് യു. അടുത്തത് കൺമഷി. ഞാൻ ലേറ്റായിട്ടേ കൺമഷി കയറിതാറ്. ഞാൻ ഈ കണ്ണാടി ഒക്കെ ചെയ്തല്ലേ. കണ്ണിൻ്റെ ഉള്ളിലായി പോയി എഴുതിയത്. നീ എഴുതിതാ, ഞാൻ എഴുതിത്തരാം. അപ്പോൾ ഞാൻ മേക്കപ്പിലാണെങ്കിൽ ഞാൻ കോമ്പാക്റ്റ് ഇടുന്നില്ല, കാരണം പൗഡർ ഇട്ടല്ലോ. അപ്പോൾ കോമ്പാക്റ്റും പൗഡറും ഒന്നിച്ചിട്ടാണെങ്കിൽ ശരിയായിട്ടില്ല. ഐലൈനർ എഴുതണം. ഐലൈനർ ഞാൻ വീണ്ടും റിസ്ക് എടുക്കുന്നില്ല. സോ ഞാൻ ഐലൈനർ എഴുതിയിട്ടില്ല. അപ്പം എൻ്റെ സ്ഥിതി ഇങ്ങനെ ആയിപ്പോയിട്ടോ. കട്ട് ചെയ്തോ? ഐലൈനർ എഴുതിയിട്ട് എൻ്റെ കോലും ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി. അപ്പോൾ ഞാൻ എന്താക്കേണ്ടത്? ക്യാൻസൽ ചെയ്യണം. ഞാൻ ക്യാൻസൽ ഇട്ട് മായ്ക്കട്ടെ ഇരിക്കുക. കുറച്ചുണ്ട് കേട്ടോ. അതാ കുറച്ചുള്ളൂ, 2 കണ്ടില്ല, കുറച്ച്. എന്തായാലും ഇത്ര മതി. ഇനി നമുക്ക് ഐ ഷാഡോ ഇടാം. ചേച്ചി പശു ചേച്ചിയോട് പറയാതാണ്. ചേച്ചിക്ക് ഐലൈനർ എഴുതാൻ പേടിയാണ് എൻ്റെ കണ്ണിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ണ് പഠിപ്പിക്കില്ല. എൻ്റെ അമ്മ എനിക്ക് സ്മൂത്തായിട്ട് ഇവളൊന്നും കളിച്ചത്. നിനക്ക് ഐലൈനർ എഴുതാൻ പറ്റാത്ത എനിക്ക് എഴുതട്ടെ. ഞാനെടുത്ത പിങ്ക് ഷെയ്ഡ് പിങ്ക് ഷെയ്ഡ് അടുത്ത അങ്ങനെ എടുത്തോട് ചേച്ചി. ലിപ്സ്റ്റിക്ക് ഓണാവശ്യം എനിക്ക് വേണ്ട. ബാം കേട്ടോ. ലിപ് ലൈനർ ആദ്യം എഴുതണം. കിളിയെ കിളി ഞാൻ ഈടെ കൊണ്ടിട്ട് വീശെടുക്കും. ഞാൻ ഈടെ വെക്കും കേട്ടോ. ഒന്ന് കട്ടാക്കും. സോ ഞാൻ ലിപ് ലൈനർ വരും. നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി എഴുതിയാൽ കംപ്ലീറ്റ് ആയി. എന്നത് മാറ്റ് ലിപ്സ്റ്റിക് കാണാൻ ഭംഗിക്കുണ്ട്.
പക്ഷെ വരേണ്ടതായി തോന്നുന്നു. ഇനി അങ്ങനെയില്ല. നിങ്ങളൊക്കെ ചിരിക്കാൻ വേണ്ടിട്ട് ഒരു അടവാക്കളേച്ചി ഞാൻ വീഡിയോ കണ്ടിട്ട് അവള് വീഡിയോ കാണാന്ന് വെച്ചിട്ട് അതിലേ കൂടി ജനലേ കൂടി എത്തിയൊക്കെ ജനലേ കൂടി തുള്ളിയിട്ട് അടുത്തത് എന്താ വെച്ച് ചെയ്യണ്ട? കഴിഞ്ഞോ? കണ്ണാടി കൂടും കെട്ടി കണ്ണെഴുതി പൊട്ടു. ഓക്കെ, ആയിട്ടാ ക്ലിയർ. ദിസ് മൈ ഫേസ്. അപ്പം ഞാൻ കാര്യം മനസ്സിലായി കാണുന്നുണ്ടോ നമുക്കറിയില്ല. എൻ്റെ കയ്യൊക്കെ തിളങ്ങുന്നുണ്ടോ ചേച്ചി? ഞാൻ അത്രയ്ക്ക് സുന്ദരിയായത് കണ്ട എന്നെ. ബൈ. പിന്നെ പറയല്. അപ്പോൾ എൻ്റെ മുടി ചീകിയിട്ട് ഹെയർ ബാൻഡ് വെച്ചിട്ടുണ്ട്. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ ചാനൽ. കമൻറ്റ് ഓൺലൈനിൽ കമൻറ്റ് ചെയ്യണേ. സീ അതർ വീഡിയോസ്.